സേഫ്റ്റിക്ക് വളരെയധികം ഇമ്പോർട്ടൻസ് നൽകിക്കൊണ്ട് ഒരു മോഡേൺ ഡിസൈനിൽ നിർമ്മിച്ചൊരു മനോഹരമായിട്ടുള്ള വീട് വരുന്നത് എറണാകുളം ജില്ലയിൽ കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ നിന്നും 3.5 കിലോമീറ്റർ മാറിയാണ്. 12 വില്ലകളാണ് ഇവിടെ പണി പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നത്. 30ഓളം വില്ലകൾ വരുന്ന ഒരു വില്ലയാണ് ഇത്. 6 സെൻറ്റ് സ്ഥലത്ത് 2750 സ്ക്വയർ ഫീറ്റിൽ നിർമ്മിച്ചൊരു മനോഹരമായിട്ടുള്ള വീട്. ഈ വീടിൻ്റെ A to Z കാഴ്ചകളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തുന്നത്. എല്ലാ പ്രിയപ്പെട്ടവർക്കും മലയോരം പ്രോപ്പർട്ടീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എലവേഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു കണ്ടംപററി ഡിസൈനാണ് ഈ വീടിന് നൽകിയിരിക്കുന്നത്. ഒരു ബോക്സ് ടൈപ്പ് ഡിസൈനും നൽകിയിട്ടുണ്ട്. ഈ ഭാഗത്തായി ഒരു ഓപ്പൺ ബാൽക്കണി നൽകിയിരിക്കുന്നു. ഇവിടെ കവേർഡ് ബാൽക്കണിയും നൽകിയിട്ടുണ്ട്. കവേർഡ് ബാൽക്കണിയുടെ മുകളിലായി ഒരു ലൂവർ ഡിസൈനും നൽകിയിരിക്കുന്നു. ഇവിടെയായി ബോക്സ് ടൈപ്പ് ഡിസൈനിൻ്റെ ഒരു പ്ലെയിൻ ഗ്ലാസും നൽകിയിട്ടുണ്ട്. ഈ വീടിൻ്റെ ഈ മതിലായി ടെക്സ്ചർ വർക്ക് നൽകിയിരിക്കുന്നു. ഇവിടെ ഫ്ലോർ ടു സീലിംഗ് വിൻഡോയും നൽകിയിട്ടുണ്ട്. മുന്നിലായി ഈ കാണുന്ന 4.5 മീറ്റർ എടുത്തുള്ള ഇൻ്റർലോക്ക് ചെയ്ത് മനോഹരമാക്കിയിരിക്കുന്ന റോഡാണ്. വീടിൻ്റെ കോമ്പൗണ്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ ഭാഗത്തായിട്ടാണ് കാർ പോർച്ച് വരുന്നത്. മുറ്റത്ത് വിരിച്ചിരിക്കുന്നത് കോബിൾ സ്റ്റോണാണ്. ഇവിടെ നല്ല മനോഹരമായിട്ടുള്ളൊരു മോഡേൺ ഡിസൈനുള്ള ജനലും നൽകിയിട്ടുണ്ട്. കാർ പോർച്ചിൻ്റെ മുകളിലായി ലൂവർ ഡിസൈനും നൽകിയിരിക്കുന്നു. ഇവിടെ ഒരു പില്ലർ നൽകിയിരിക്കുന്നു. ഇവിടെ പ്ലാന്റർ ബോക്സും കൊടുത്തിട്ടുണ്ട്. ഈ വീട്ടിൽ 2 വാഹനം പാർക്ക് ചെയ്യാം. ഒരു വാഹനം കാർ പോർച്ചിൽ പാർക്ക് ചെയ്യാം, ഒരു വാഹനം ഇവിടെയും പാർക്ക് ചെയ്യാം. വീടിന് ചുറ്റും അത്യാവശ്യം നടക്കാനുള്ള സൗകര്യവും ഒരുക്കിയിരിക്കുന്നു. ഇവിടെ ചെറിയൊരു പ്ലാന്റർ ബോക്സും ലഭ്യമാണ്. വീടിൻ്റെ ദർശനം വരുന്നത് കിഴക്കോട്ടാണ്. ഈ ഭാഗത്തായിട്ടാണ് സിറ്റ് ഔട്ട് വരുന്നത്. ഇവിടെ 2 സ്റ്റെപ്പ് നൽകിയിരിക്കുന്നു. ഫുൾ ബോഡി ടൈലാണ് സിറ്റ് ഔട്ടിൽ വിരിച്ചിട്ടുള്ളത്. ഇവിടെ നല്ല മനോഹരമായിട്ടുള്ള ഒരു പ്ലാന്റർ ബോക്സും കൂടി ലഭ്യമാണ്. ഇവിടെയും മോഡേൺ ഡിസൈനുള്ള ജനലും ലഭ്യമാണ്. ഇതാണ് ഈ വീടിൻ്റെ മെയിൻ ഡോർ. നല്ല മനോഹരമായിട്ടുള്ള മെയിൻ ഡോറാണ് ഈ വീടിന് നൽകിയിരിക്കുന്നത്. ഇവിടെ നല്ല മനോഹരമായിട്ടുള്ള ഒരു ഹാൻഡിലും നൽകിയിട്ടുണ്ട്. ഈ വീടിൻ്റെ കട്ടിലുകൾക്കെല്ലാം പാനലിംഗ് വർക്കാണ് ചെയ്തിട്ടുള്ളത്. മെയിൻ ഡോർ തുറന്ന് നേരെ വരുന്നത് ഈ കാണുന്ന വിശാലമായിട്ടുള്ള ലിവിങ് സ്പേസിലേക്കാണ്. ലിവിങ് സ്പേസിൻ്റെ ടൈല് വരുന്നത് മാറ്റ് ഫിനിഷും നല്ല വലിപ്പമുള്ള ടൈലുമാണ്. ഈ ഭാഗത്തായി നല്ല മനോഹരമായിട്ടുള്ളൊരു മാറ്റും വിരിച്ചിരിക്കുന്നു. ഈ ഭാഗത്തായിട്ടാണ് TV യൂണിറ്റ് വരുന്നത്. പർഗോള ഡിസൈനാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. TV യൂണിറ്റിൻ്റെ അടിയിലായി ഒരു സ്റ്റോറേജ് സ്പേസും നൽകിയിരിക്കുന്നു. ഈ ഭാഗത്തായി ക്യൂരിയോ ഷെൽഫ് നൽകിയിരിക്കുന്നു. ഇവിടെ നിഷും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഈ ഭാഗത്തായി 2 സോഫ നൽകിയിരിക്കുന്നു. ഇവിടെ ഒരു ലാമ്പും നൽകിയിട്ടുണ്ട്. ഡബിൾ ഹൈറ്റ് ആയിട്ടാണ് വീടിൻ്റെ മുകൾ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഡബിൾ ഹൈറ്റഡ് ആയിട്ടാണ് ലിവിങ് സ്പേസ് ഒരുക്കിയിരിക്കുന്നത്. ഇവിടെ നല്ല മനോഹരമായിട്ടുള്ളൊരു ചാൻലിയറും നൽകിയിരിക്കുന്നു. ഈ ഭാഗത്തായി നല്ല മനോഹരമായിട്ടുള്ളൊരു ഫോൾ സീലിംഗ് വർക്കും നൽകിയിരിക്കുന്നു. ഇടയിൽ ഗോൾഡൻ സ്ട്രിപ്സും കൊടുത്തിട്ടുണ്ട്. ഒരു ഫുള്ളി ഫർണിഷ്ഡ് ആയിട്ടുള്ള ഒരു വീടാണിത്. ഈ വീടിന് TV യൂണിറ്റ് വരുന്നത്, 2 സോഫ വരുന്നു, ഡൈനിങ് ടേബിൾ വരുന്നു. എല്ലാ മുറിയിലും AC-യും വാട്ടർ പ്യൂരിഫയറും കൂടി വരുന്നുണ്ട്. ഈ ഭാഗത്തായി നല്ല വലിപ്പമുള്ളൊരു ജനൽ നൽകിയിരിക്കുന്നു. ഇവിടെ ഷിയർ കർട്ടൻ നൽകിയിരിക്കുന്നു. ഇവിടെ ബ്ലാക്ക് ഔട്ട് കർട്ടനും നൽകിയിട്ടുണ്ട്. ലിവിങ് സ്പേസിനോട് തൊട്ടടുത്തായിട്ടാണ് ഡൈനിങ് ഏരിയ വരുന്നത്. ലിവിങ് സ്പേസിനെയും ഡൈനിങ് സ്പേസിനെയും വേർതിരിക്കുന്നത് ഈ കാണുന്ന പാർട്ടീഷൻ വാളാണ്. നല്ല വിശാലമായിട്ടുള്ള ഡൈനിങ് ഏരിയ. ഈ ഭാഗത്തായി നല്ല മനോഹരമായിട്ടുള്ളൊരു ഡൈനിങ് ടേബിളും നൽകിയിരിക്കുന്നു. ഇവിടെ മാർബിൾ ഡിസൈനുള്ളൊരു ടേബിൾ ടോപ്പും നൽകിയിട്ടുണ്ട്. ഇവിടെ നല്ല മനോഹരമായിട്ടുള്ള ക്യൂരിയോസും നൽകിയിട്ടുണ്ട്. ഇവിടെയായി ചെയറും നൽകിയിട്ടുണ്ട്. വുഡിലാണ് ചെയർ നിർമ്മിച്ചിട്ടുള്ളത്. ഈ ഭാഗത്തായി UPVC സ്ലൈഡിംഗ് ഡോർ നൽകിയിരിക്കുന്നു. ഇവിടെ ചെറിയൊരു കോർട്ട്യാർഡ് സ്പേസും കൂടി ലഭ്യമാണ്. ഇവിടെ ഒരു വാട്ടർ ഫൗണ്ടൈൻ വരാനുണ്ട്. ഇവിടെ ക്ലാഡിംഗ് ടൈലും നൽകിയിരിക്കുന്നു. ഡൈനിങ് സ്പേസിൻ്റെ പ്രധാനപ്പെട്ട ഭാഗമായ വാഷ് കൗണ്ടർ ഇവിടെയാണ് നൽകിയിട്ടുള്ളത്. ഇവിടെ നല്ല മനോഹരമായിട്ടുള്ള കൗണ്ടർ ടോപ്പ് നൽകിയിരിക്കുന്നു. ഇവിടെ നല്ല മനോഹരമായിട്ടുള്ളൊരു വാഷ് ബേസിനും ലഭ്യമാണ്. ഈ ഭാഗത്തായിട്ടാണ് ടാപ്പ് വരുന്നത്. ഇവിടെ വാൾ മിററും ലഭ്യമാണ്. ഇവിടെ ഒരു വാനിറ്റി കൗണ്ടറും കൊടുത്തിരിക്കുന്നു.
ഓപ്പൺ കൺസെപ്റ്റിലാണ് കിച്ചൺ. ഇവിടെ ഒരു പെനിൻസുല കൗണ്ടർ ടോപ്പും നൽകിയിരിക്കുന്നു. ഇവിടെ നല്ല മനോഹരമായിട്ടുള്ള ഒരു ആർക്കി ഡ്രൈവും കൂടി ലഭ്യമാണ്. ഇവിടെ ലൂവർ ഡിസൈനാണ് നൽകിയിരിക്കുന്നത്. ലൂവറിനെ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടി ഒരു LED ലൈറ്റും ഇവിടെ ലഭ്യമാണ്. ഇവിടെ നല്ല മനോഹരമായിട്ടുള്ള ഹാങ്ങിങ് ലൈറ്റും കൂടി ലഭ്യവുമാണ്. ഇവിടെ ഒരു നല്ല മനോഹരമായിട്ടുള്ളൊരു ക്രോക്കറി ഷെൽഫ് നൽകിയിരിക്കുന്നു. ഇവിടെ അതിൻ്റെ ഇടയിലായി LED ലൈറ്റ്. ഇവിടെ അക്രിലിക് ഗ്ലാസ് ആണ് നൽകിയിട്ടുള്ളത്. ഇതാണ് കിച്ചൺ. L ഷേപ്പിലാണ് കൗണ്ടർ ടോപ്പ് നൽകിയിരിക്കുന്നത്. ഈ ഭാഗത്തായി ഒരു ചിമ്മിനി നൽകിയിരിക്കുന്നു. അടിയിൽ സ്റ്റൗവും നൽകിയിട്ടുണ്ട്. മുകളിലും താഴെയുമായി ധാരാളം സ്റ്റോറേജ് സ്പേസും കൂടി ലഭ്യമാണ്. ഇവിടെ മിക്സി ഉപയോഗിച്ചിട്ട് തിരിച്ചു വെക്കാനുള്ള ഒരു സ്പേസും ലഭ്യമാണ്. ഇവിടെ ഒരു ക്യൂരിയോസ് ഷെൽഫും നൽകിയിരിക്കുന്നു. കിച്ചണിന് പുറമെ ഒരു വർക്ക് ഏരിയ സ്പേസും കൂടി ലഭ്യമാണ്. ഇതാണ് വർക്ക് ഏരിയ സ്പേസ്. താഴത്തെ നിലയിൽ 2 ബെഡ്റൂമുകളാണുള്ളത്. ഒന്നാമത്തെ ബെഡ്റൂമാണ് ഇത്, രണ്ടാമത്തെ ബെഡ്റൂമാണ് അത്. നമുക്ക് ഒന്നാമത്തെ ബെഡ്റൂം നോക്കാം. ഇവിടെ നല്ല മനോഹരമായിട്ടുള്ളൊരു ടൈൽ ഡിസൈൻ നൽകിയിരിക്കുന്നു. ഇവിടെ ഒരു വാൾ മിററും നൽകിയിരിക്കുന്നു. ഇതാണ് ഒന്നാമത്തെ ബെഡ്റൂം. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒന്നാമത്തെ ബെഡ്റൂം. ഇവിടെ ഒരു കോർട്ട് ഒരുക്കിയിരിക്കുന്നു. ഇവിടെ ഹെഡർ, ഇവിടെ ഒരു ബെഡും കൂടി ലഭ്യമാണ്. ഇവിടെ 2 പാളിയുടെ ഒരു ജനൽ നൽകിയിരിക്കുന്നു. ഇവിടെയും 2 പാളിയുടെ ഒരു ജനൽ ലഭ്യമാണ്. ഇവിടെ 3 പാളിയുടെ ഒരു ജനലും കൊടുത്തിരിക്കുന്നു. ഈ ഭാഗത്തായിട്ടാണ് വാർഡ്രോബ് വരുന്നത്. 3 പാളിയായിട്ടാണ് വാർഡ്രോബ് നിർമ്മിച്ചിട്ടുള്ളത്. ഈ ഭാഗത്തായി സ്റ്റോറേജ് സ്പേസ് നൽകിയിരിക്കുന്നു. ഒരു ഡ്രസ്സിംഗ് ഏരിയ കൂടി ലഭ്യമാണ്. ഇവിടെ വലിയൊരു മിററും നൽകിയിരിക്കുന്നു. ഈ ഭാഗത്തായിട്ടാണ് ഈ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം നിർമ്മിച്ചിട്ടുള്ളത്. ബാത്റൂമിൻ്റെ ഡോർ വരുന്നത് ഫൈബറിലാണ്. ഇവിടെ വെറ്റും ഡ്രൈയും തിരിച്ചിരിക്കുന്നു. ഇവിടെ നല്ല മനോഹരമായിട്ടുള്ള ഒരു ഡ്രെയിനേജും നൽകിയിരിക്കുന്നു. നല്ല ഗ്ലോസി ടൈലാണ് ഈ ബാത്റൂമിന് നൽകിയിട്ടുള്ളത്. ഈ ഭാഗത്തായി ടാപ്പ്, ഇവിടെ ഷവർ, ഇവിടെ ഒരു ക്ലോസറ്റ്, ഇവിടെ വാഷ് ബേസിൻ നൽകിയിരിക്കുന്നു. ഇവിടെ വാനിറ്റി കൗണ്ടർ, ഇവിടെ ഒരു വലിയൊരു മിററും നൽകിയിരിക്കുന്നു. ഇനി നമുക്ക് രണ്ടാമത്തെ ബെഡ്റൂം നോക്കാം. ഇതാണ് രണ്ടാമത്തെ ബെഡ്റൂം. എല്ലാ ബെഡ്റൂമുകളും അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള ബെഡ്റൂമാണ്. ഇവിടെ ഫുള്ളി ഫർണിഷ്ഡ് ഭാഗമായി ഇവിടെ കോർട്ട് ഒരുക്കിയിരിക്കുന്നു. ഇവിടെ ബെഡ്, ഇവിടെ ഒരു ഹെഡറും നൽകിയിരിക്കുന്നു. ഇവിടെ 2 പാളിയുടെ ഒരു ജനൽ നൽകിയിരിക്കുന്നു. അപ്പുറത്തും 2 പാളിയുടെ ഒരു ജനൽ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നല്ല മനോഹരമായിട്ടുള്ള ഒരു ലൈറ്റും കൂടി ലഭ്യമാണ്. ഫ്രണ്ട് എലവേഷൻ്റെ ഭാഗമായി ഒരു ജനലും ഇവിടെ ലഭ്യമാണ്. നല്ല വലിയ വാർഡ്രോബാണ് ഇത്. 4 പാളിയുള്ള വാർഡ്രോബാണ് ഇത്. ഈ ഭാഗത്തായി സ്റ്റോറേജ് സ്പേസും കൂടി ലഭ്യമാണ്. ഇവിടെ ഡ്രസ്സിംഗ് ഏരിയ, ഇവിടെ വലിയൊരു മിററും നേരത്തെ കണ്ടുപോലത്തെ നൽകിയിരിക്കുന്നു. ഇതാണ് ഈ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം. ഇത് നേരത്തെ കണ്ട ബാത്റൂമിനേലും അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള ബാത്റൂമാണ്. ഇവിടെ വെറ്റും ഡ്രൈയും തിരിച്ചിരിക്കുന്നു. ഇവിടെ ടാപ്പ്, ഇവിടെ ഷവർ, ഇവിടെ ക്ലോസറ്റ്, ഇവിടെ ആയിട്ടാണ് വാഷ് കൗണ്ടർ നൽകിയിരിക്കുന്നത്. ഇവിടെ ഒരു വാഷ് ബേസിൻ നൽകിയിരിക്കുന്നു. ഇവിടെ വലിയൊരു മിററും ലഭ്യമാണ്. ഡൈനിങ് സ്പേസിൽ നിന്നാണ് മുകളിലേക്ക് പോകാനുള്ള സ്റ്റെയർ നൽകിയിരിക്കുന്നത്. ഇവിടെ ചെറിയൊരു കോർട്ട്യാർഡ് സ്പേസും കൂടി ലഭ്യമാണ്. ഇവിടെ ഇൻവെർട്ടർ വെക്കാനുള്ള ഒരു സൗകര്യവും കൂടി ലഭ്യമാണ്. ഇവിടെയായിട്ടാണ് സ്റ്റെയർ വരുന്നത്. ഹാൻഡ് റെയിൽ നിർമ്മിച്ചിട്ടുള്ളത് ഗ്ലാസ്സിലും വുഡിലാണ് സ്റ്റെപ്പും നിർമ്മിച്ചിട്ടുള്ളത്. ഈ ഭാഗത്തായി ടെക്സ്ചർ വർക്ക് നൽകിയിരിക്കുന്നു. ഇവിടെ നേരത്തെ കണ്ട ആ ജനലും കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അപ്പർ ലിവിങ് സ്പേസ് നോക്കാം. സ്റ്റെപ്പ് വരെ നേരെ വരുന്നത് ഈ കാണുന്ന വിശാലമായിട്ടുള്ള അപ്പർ ലിവിങ് സ്പേസിലേക്കാണ്. ഇവിടെ ഒരു TV യൂണിറ്റ് നൽകിയിരിക്കുന്നു. ഇവിടെ TVയും കൂടി ലഭ്യമാണ്. ഇവിടെ ലൂവർ ഡിസൈൻ നൽകിയിരിക്കുന്നു. അടിയിലായി സ്റ്റോറേജ് സ്പേസും കൂടി ലഭ്യമാണ്. ഈ ഭാഗത്തായിട്ടാണ് നിഷും വാർഡ്രോബും നൽകിയിട്ടുള്ളത്. ഇവിടെ പ്രൊഫൈൽ ലൈറ്റും നൽകിയിരിക്കുന്നു. ഈ ഭാഗത്തായി വാൾ മിറർ നൽകിയിരിക്കുന്നു. മുകളിലായി ഫോൾ സീലിംഗ് വർക്കും നൽകിയിട്ടുണ്ട്. ഈ ഭാഗത്തായി 3 ഇരിക്കാനുള്ള സ്പേസും കൂടി ലഭ്യമാണ്. ഈ ഭാഗത്തൊരു വർക്കിംഗ് ടേബിൾ നൽകിയിരിക്കുന്നു. കൗണ്ടർ ടോപ്പാണ് വർക്കിംഗ് ടേബിളിൻ്റെ മുകളിൽ നൽകിയിട്ടുള്ളത്. ഇവിടെ നല്ല മനോഹരമായിട്ടുള്ളൊരു ടൈലും നൽകിയിരിക്കുന്നു. മുകളിലായി പ്രൊഫൈൽ ലൈറ്റും ലഭ്യമാണ്. മുകളിലത്തെ നിലയിൽ 2 ബെഡ്റൂമുകളാണുള്ളത്. ഒന്നാമത്തെ ബെഡ്റൂമാണ് ഇത്, രണ്ടാമത്തെ ബെഡ്റൂമാണ് ഇത്. നമുക്ക് ഒന്നാമത്തെ ബെഡ്റൂം നോക്കാം. ഇതാണ് മുകളിലത്തെ നിലയിലെ ഒന്നാമത്തെ ബെഡ്റൂം.
ഇതും അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള ബെഡ്റൂമാണ്. ഇവിടെ കോട്ട് ഒരുക്കിയിരിക്കുന്നു, ഇവിടെ ഹെഡർ, ഇവിടെ ഒരു ബെഡ് കൂടി ലഭ്യമാണ്. ഇവിടെ നല്ല മനോഹരമായിട്ടുള്ളൊരു മോഡേൺ ജനലും നൽകിയിരിക്കുന്നു. ഇവിടെ 2 വാളുള്ള 2 ജനലുകൾ നൽകിയിരിക്കുന്നു. ഇവിടെ 4 വാളുള്ള ഒരു വാർഡ്രോബും നൽകിയിരിക്കുന്നു. ഇവിടെ സ്റ്റോറേജ് സ്പേസും കൂടി ലഭ്യമാണ്. ഈ ഭാഗത്തായി ഡ്രസ്സിങ് ഏരിയ നൽകിയിരിക്കുന്നു. ഇവിടെ നേരത്തെ കണ്ടുപോലത്തെ ഒരു മിററും നൽകിയിട്ടുണ്ട്. ഇതാണ് ഈ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂമിൻ്റെ ഡോർ വരുന്നത് ഫൈബറിലാണ്. ഇവിടെയും വെറ്റും ഡ്രൈയും തിരിച്ചിരിക്കുന്നു. ഈ ഭാഗത്തായി ഷവർ, ഇവിടെ ടാപ്പ്, ഇവിടെ ക്ലോസറ്റ്, ഇവിടെ ആയിട്ടാണ് വാഷ് കൗണ്ടർ നൽകിയിരിക്കുന്നത്. ഇനി നമുക്ക് മുകളിലത്തെ നിലയിലെ 2ാമത്തെ ബെഡ്റൂം നോക്കാം. ആണ് 4ാമത്തെ ബെഡ്റൂം. ഇത് നേരത്തെ കണ്ട ബെഡ്റൂമിനേലും അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള ബെഡ്റൂമാണ്. ഇവിടെ കോർട്ട് ഒരുക്കിയിരിക്കുന്നു, ഇവിടെ ബെഡ്, ഇവിടെ ഹെഡ്റൂം നൽകിയിരിക്കുന്നു. ഇവിടെ 2 വാളിയുള്ള 2 ജനലും കൂടി ലഭ്യമാണ്. ഇവിടെ 3 വാളിയുള്ള ഒരു ജനലും കൊടുത്തിരിക്കുന്നു. ഇവിടെ ഒരു വാൾ ആർട്ട് നൽകിയിരിക്കുന്നു. ഇവിടെ സൈഡ് ടേബിൾ 2 നൽകിയിരിക്കുന്നു. ഇവിടെ വാൾ ഡിസൈനും നൽകിയിട്ടുണ്ട്. ഈ ഭാഗത്തായി 4 വാളുള്ള വാർഡ്രോബ് നൽകിയിരിക്കുന്നു. ഈ ഭാഗത്തായി ഒരു ഡ്രസ്സിങ് ഏരിയ കൂടി ലഭ്യമാണ്. ഇവിടെ ഒരു ചെയറും നൽകിയിരിക്കുന്നു. ഇതാണ് ഈ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം. ഇവിടെ ഒരു ഗ്ലാസ് പാർട്ടീഷൻ നൽകിയിരിക്കുന്നു. ഇവിടെ മാറ്റ് ഫിനിഷുള്ള ടൈൽ, ഇവിടെ ഒരു മനോഹരമായിട്ടുള്ള ഡ്രെയിനേജും കൊടുത്തിരിക്കുന്നു. ഈ ഭാഗത്തായിട്ടാണ് വാഷ് കൗണ്ടർ നൽകിയിരിക്കുന്നത്. നല്ല വലിപ്പമുള്ള മിററും നൽകിയിരിക്കുന്നു. നമുക്ക് യൂട്ടിലിറ്റി സ്പേസ് നോക്കാം. ഇതാണ് യൂട്ടിലിറ്റി സ്പേസ്. നല്ല വിശാലമായിട്ടുള്ള യൂട്ടിലിറ്റി സ്പേസ് ആണ് ഇത്. ഇവിടെ 3 വാളുകളുടെ ഒരു ജനൽ നൽകിയിരിക്കുന്നു. ഇവിടെ വാഷിംഗ് മെഷീൻ വെക്കാനുള്ള ഒരു പോയിന്റും നൽകിയിട്ടുണ്ട്. ഈ സ്റ്റെപ്പ് കയറിയ ടെറസിലേക്ക് പോകാം. ഇതാണ് ബാൽക്കണി. ഓപ്പൺ സ്പേസും കവേർഡ് സ്പേസും അടങ്ങിയിട്ടുള്ള ബാൽക്കണി. ഇവിടെ നല്ല മനോഹരമായിട്ടുള്ള പ്ലാന്റർ ബോക്സ് നൽകിയിരിക്കുന്നു. ഇവിടെ 3 വാളിയുടെ ഒരു ജനലും നൽകിയിരിക്കുന്നു. ഇവിടെ 2 സ്റ്റെപ്പും കൊടുത്തിട്ടുണ്ട്. ഇതാണ് കവേർഡ് സ്പേസ്. മുകളിലായി ലൂവർ ഡിസൈനും നൽകിയിരിക്കുന്നു. ഹാൻഡ് റെയിൽ വരുന്നത് ഗ്ലാസിലും സ്റ്റീലിലുമാണ്. ഇവിടെ ഒരു പില്ലർ നൽകിയിരിക്കുന്നു. ഇവിടെ 3 വാളിയുടെ ഒരു ജനലും നൽകിയിട്ടുണ്ട്. ഇവിടെ LED ലൈറ്റും നൽകിയിരിക്കുന്നു. 6 സെൻറ്റ് സ്ഥലത്ത് 2750 സ്ക്വയർ ഫീറ്റിൽ നിർമ്മിച്ച ഒരു മനോഹരമായിട്ടുള്ള വീടിൻ്റെ കാഴ്ചകളാണ് ഇപ്പോൾ നമ്മൾ കണ്ടു കഴിഞ്ഞത്. ഈ വീട്ടിൽ നിന്നും എടപ്പള്ളിയിലേക്കുള്ള ദൂരം വെറും 10 കിലോമീറ്റർ മാത്രമാണ്. ഇൻഫോ പാർക്ക് 12 കിലോമീറ്റർ, കൊച്ചിൻ മെഡിക്കൽ കോളേജ് 3.5 കിലോമീറ്റർ, എയർപോർട്ട് 15 കിലോമീറ്റർ എന്നിങ്ങനെയാണ് ഈ വീട്ടിൽ നിന്നുള്ള ദൂരം. ഈ വീടിൻ്റെ ഫുള്ളി ഫർണിഷ്ഡിന് ചോദിക്കുന്ന വില 1,52,00,000 സെമി ഫർണിഷ്ഡിന് ചോദിക്കുന്ന വില 1,42,00,000 രൂപയാണ്. പക്ഷേ നെഗോഷ്യബിളാണ്. നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്.